വയനാട് കൽപ്പറ്റയിൽ 16-കാരന് ക്രൂരമർദ്ദനം. ഒരു സംഘം വിദ്യാർത്ഥികൾ ഫോൺ വിളിച്ചുവരുത്തി മർദ്ദിക്കുകയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവമുണ്ടായത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സുർജിത്ത്, എന്താണ് സംഭവിച്ചത്? ആരാണിതിനു പിന്നിൽ? ഇതിന് അത്യധികം നടുക്കമുണ്ടാക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ദൃശ്യം പൂർണ്ണമായും കാണിക്കാതിരിക്കാൻ കഴിയുന്നത് അത് കുട്ടികളെല്ലാവരും തന്നെ, അത് 16 വയസ്സോളം പ്രായമുള്ള കുട്ടികളാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ഒരു 16-കാരനെതിരെ തന്നെ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഏത് തരത്തിലാണ് മർദ്ദനം എന്നടക്കമുള്ള കാര്യങ്ങൾ ആ ദൃശ്യത്തിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് സംഭവം ഉണ്ടായത് കഴിഞ്ഞ 21-ാം തീയതി വൈകിട്ട് 3:45 കൂടിയാണ്. അത് കൽപ്പറ്റ മെസ് ഹൗസ് റോഡിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ കുട്ടി ചെറിയ വാക്കുതർക്കമാണ് ഉണ്ടായത്. വാക്കുതർക്കത്തെ തുടർന്ന് ഈ കുട്ടിയുടെ കൂട്ടുകാരനെ ഫോണിൽ നിന്ന് വിളിച്ച് വരുത്തി അതിനുശേഷം മർദ്ദിക്കുകയായിരുന്നു. 2 പേരാണ് പ്രധാനമായും മർദ്ദിക്കുന്നത്. ഇവരൊന്നും പ്രായപൂർത്തിയായ ആളുകളല്ല, 18 വയസ്സുള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെയാണ് പേര് പറയാത്തത്. പക്ഷേ ഇവർ നടത്തിയത് വലിയ രീതിയിലുള്ള ക്രിമിനൽ കുറ്റം എന്നുള്ള തരത്തിൽ തന്നെ കാണേണ്ടി വരും. കാരണം വളർന്നു വരുന്ന തലമുറയാണ്. അവർ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയും പുറത്തടിക്കുകയും വടി ഉപയോഗിച്ച് തല്ലുകയും അതിനുശേഷം കാല് പിടിപ്പിക്കുകയും മാപ്പ് പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ദൃശ്യത്തിലുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ പിതാവാണ് പോലീസിൽ ഇന്നലെ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത 2 പേരടക്കം മൊത്തം 5 പേർ ആ ദൃശ്യത്തിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ഈ അടിക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കുന്ന കുട്ടി പോലും പറയുന്നുണ്ട് ഇങ്ങനെ അടിക്കരുത്, അവന് ആസ്മയുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനിടയിലും ചിരിച്ചുകൊണ്ട് മർദ്ദനം തുടരുന്ന ഒരു അനുഭവമാണ് ആ ദൃശ്യത്തിലുള്ളത്. അത്യധികം നടുക്കമുണ്ടാക്കുന്ന ദൃശ്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൽപ്പറ്റ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള വിമൽ ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചതും ചെറിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.